നീയോ? ഇതെന്താടാ ഇന്നൊന്നും വിറ്റില്ലേ? എന്ന് വെച്ചാൽ ചൂടായിട്ട് എന്തെങ്കിലുമൊക്കെ വേണ്ടേ ചേച്ചി പത്രത്തില്? ഇന്ന് മൊത്തം ഒരു തണുപ്പാ. എന്റെ പടച്ചതമ്പുരാനെ, എന്നും ആരെങ്കിലും ഓരോരോ പെൺവാണിഭം നടത്തിയിരുന്നെങ്കിൽ. ഇതുമായിട്ട് അങ്ങോട്ട് ചെല്ല്, നിന്റെ മൂക്ക് ചെത്ത് മാനേജർ. ചേച്ചി പ്ലീസ്, വലിയ പുള്ളിയെ കൊണ്ട് ഒന്ന് പറയിച്ചേക്കണേ. ചെല്ലട്ടെ. ഇബിനു. ഓ, എപ്പോഴും ഞാൻ പറയും ആ ബടക്ക് മാനേജറെ കാണാൻ പോകുമ്പോ പുറകിന്ന് വിളിക്കല്ലേ വിളിക്കല്ലേ എന്ന്. എന്നാലും ചേച്ചി എന്താണിത്? തുറന്നു നോക്ക്. അയ്യോ ചേച്ചി, ഇത് മരക്കഴുതേ. നാളെ അല്ലടാ നിന്റെ. അയ്യോ ശരിക്കും? അതെ, ബർത്ത്ഡേ. ഇഷ്ടപ്പെട്ടോ നിനക്ക്? അയ്യോ ഇടിവേട്ട്. അപ്പൊ ചേച്ചി നാളെ ഉച്ച കഴിഞ്ഞ് എന്താ സിനിമയ്ക്ക് പോണോ നിനക്ക്? പോയിട്ട് ഉമ്മാനെ കാണണം. പക്ഷേ ഒറ്റക്ക് പോണല്ലോ എന്ന് ഓർക്കുമ്പോ പേടി ചേച്ചി. കഴിഞ്ഞ തവണ ചെല്ലുമ്പോ വാടന്മാര് തല്ലിയത് പഴുത്തിട്ട് മേല് മുഴുവൻ ചോരയും പഴുപ്പും നാറ്റവും. എന്നെ കണ്ടപ്പോ തുടങ്ങി ചങ്ങല വലിച്ചു പൊട്ടിക്കാനൊക്കെ അഞ്ഞിട്ടുള്ള ബഹള. പിന്നൊടുക്കം ചീത്തവിളിയും കരച്ചിലും. ചിലപ്പോ തോന്നും ഇങ്ങനെയിട്ട് കഷ്ടപ്പെടുത്തുന്നതിന് പകരം ആരും കാണാതെ ഉമ്മാനെ കൊന്നു കളഞ്ഞാലോ. ഇബിനു, നാളെ ഞാനും വരാം നിന്റെ കൂടെ. ചേച്ചി വല്ലുവിളിയോടൊന്ന് പറഞ്ഞേക്കണേ. ഇടതു കക്ഷം ഒരു പുനർചിന്തനം. ഇടതു കക്ഷം പാ വേണ്ടടുത്ത് കാ വേണ്ടടുത്ത് കൂ. ഇക്കണക്കിന് താനൊക്കെ കുഞ്ഞിക്കണ്ണൻ കമ്പോസ് ചെയ്ത് എന്താ ഓടോ ആശ്രീലം മരമൈത്താണ്ടികള്. ശേഖരൻ. ആരാടാ അവിടെ? എടാ ആരാണ് ചോദിച്ചേ? നിന്നെ ഞാൻ. ആരാടാ അവിടെ? ആരാന്ന്? ആഹാ, ഈ ദേവു അല്ലാതെ വേറെ ആരാ മാഷ ഇവിടെ? എന്താടാ? പൊക്കോ. അതെ, അവിടെ നിക്ക. പല പല തവണയായി ഞാൻ നിന്നോട് താക്കീത് ചെയ്യുന്നു. പെൺകുട്ടികൾ ഇങ്ങനെ ചൂളം കുത്താൻ പാടില്ല പാടില്ല. കുട്ടിയെ, ഇതൊരു പത്രമാഫീസാണ്. അതെ, ഇവിടെ ആരോടും ബഹുമാനം ഇല്ലാച്ചാ വേണ്ട. പക്ഷെ ഒക്കേറ്റിനും സാക്ഷിയായിട്ട് തലയ്ക്ക് മുകളിൽ ആ ഒരാളിരിപ്പുണ്ട്. അതെങ്കിലും വേണം ഒരു വിചാരം. മാഷ് ഇതൊന്ന് വായിച്ചേ. എന്താ? എന്തിനാ വായിക്കും മാഷേ. സ്വാതന്ത്ര്യം തന്നെ അമൃതം, സ്വാതന്ത്ര്യം തന്നെ ജീവിതം. പാരതന്ത്ര്യം മാനികൾക്ക് മൃതിയേക്കാൾ ഭയാനകം. അതായത് ഈ ഇന്ത്യ മഹാരാജ്യത്ത് ആൺകുട്ടികൾക്ക് മാത്രമല്ല പെൺകുട്ടികൾക്കും ഉണ്ടെന്ന്. എന്തോന്ന്? സ്വാതന്ത്ര്യം, ചൂളമടിക്കാനുള്ള സ്വാതന്ത്ര്യം. അതെ, ദാ മാഷിനെ പോലുള്ള മൂരാഴ്ചകൾ നിത്യം ഇതിങ്ങനെ 100 ആവർത്തി വായിച്ചാ മതി. ഒക്കെ ഭേദാവും. എന്തോന്ന് ഭേദാവും? സൂക്കേട്. ദാ ഇങ്ങനെ ഓരോരോ ദുർവിചാരങ്ങൾ തോന്നണില്ലേ മാഷ്ക്ക്? അത് ഭേദാവുന്ന്. കഷ്ടം, മഹാപാപം. പെൺകുട്ടികളെ കണ്ടാൽ ദുർവിചാരോ? എനിക്കോ? എന്റെ കൃഷ്ണ, അമ്പാടിക്കണ്ണ. ദേ എപ്പോ നോക്കിയാലും കൃഷ്ണ കൃഷ്ണ. ചുമ്മാതല്ല മാഷ്ക്ക് ആ തിരുമാലിയെ പോലെ എപ്പോഴും ഓരോരോ വേണ്ടാധീനങ്ങൾ തോന്നണേ. അതെ മാഷേ, നമ്മൾക്കൊരു പ്രായം കഴിഞ്ഞാ പിന്നെ രാമരാമാന്ന് ജപിച്ച് പഠിക്കണം. എങ്കിലും മനസ്സ് പിടിച്ചെടുത്ത് നിൽക്കൂ. എന്തായാലും ശരി, മേലിൽ നിന്റെ ഈ വിധമുള്ള കുസൃതി തരങ്ങളൊക്കെ നമ്മുടെ ഈ പത്രം ആഫീസിന് മതിൽക്കെട്ടിനുള്ളിൽ തന്നെ മതി. അല്ലാതെ പുറത്തിറങ്ങി പോലീസിനോടും പട്ടാളത്തിനോടും ഒന്നും വേണ്ട, കേട്ടല്ലോ. നല്ല ഉപദേശം. അല്ല, നാക്ക് തെളിയുന്നതിന് മുമ്പേ പോലീസ് പുല്ലാണേന്ന് വിളിച്ചു പോവാൻ പഠിപ്പിച്ചവര് തന്നെ പറയണം ഇപ്പൊ ഈ നല്ല കാര്യങ്ങള്. നിന്നോട് വാദിച്ച് ജയിക്കണമെങ്കിൽ ഞാൻ ഇനിയും ബനാറസിൽ പോയി രണ്ടാമതൊന്നുകൂടെ നിയമം പഠിച്ചോണ്ട് വരണം. ഇടതുപക്ഷം പുനർചിന്തനം, ആഭ്യന്തരമന്ത്രിക്ക് അവിഹിത താല്പര്യം. ഇതിപ്പോ എല്ലാം കൂടെ ശേഖരൻ ഏതാണ്ട് കൽപ്പിച്ചു കൂട്ടിയ മട്ടുണ്ടല്ലോ. കൽപ്പിച്ചു കൂട്ടിയിട്ടായാലും ഇല്ലേലും ഈയിടെയായിട്ട് ഒരു ഇത്തിരി യെല്ലോ കൂടി വരുന്നുണ്ടോന്നൊരു സംശയം ശേഖരജിയുടെ ജാഗ്രതയില്. ഇല്ലേ മാഷേ? വേണ്ട, ഒന്നും മിണ്ടല്ല. കുട്ടി കുട്ടി ഒന്നവിടെ നിന്നേ. ഞാൻ എവിടെയൊക്കെ തെരഞ്ഞു ഭഗവാനെ. അല്ല, മാധവേട്ടൻ കുട്ടിയെ. ഇല്ലില്ല, മാധവേട്ടൻ കുട്ടി അന്വേഷിച്ചില്ല. ഇപ്പൊ കണ്ടിട്ട് ഇങ്ങോട്ട് വരുന്നതേ ഉള്ളൂ ഞാൻ. അല്ല, അത് ഞാൻ. അതെ, എപ്പോഴും ഇങ്ങനെ ഒരേ കള്ളം തന്നെ പറഞ്ഞ് ശീലിക്കലേ കുഞ്ചൂസേ. ഇടയ്ക്കേ എന്തെങ്കിലും ഇത്തിരി ഒന്ന് മാറ്റി പറയണം.
അങ്ങോട്ട് മാറിക്കേ. അകത്ത് ഏതാണ്ട് ചർച്ച നടക്കുന്ന അങ്ങോട്ട് പോകാൻ പറ്റുന്ന പറഞ്ഞപ്പോ ഓഹോ, അപ്പൊ അതാണ് പ്രശ്നം അല്ലേ? എന്നിട്ട് ഇപ്പൊ എത്ര പെഗ്ഗായി കാണും ചർച്ച? മോളെ അവിടെ നിൽക്ക്. കുഞ്ഞുമോൻ പറയുന്നത് കേൾക്ക് മോളെ, പറയുന്നത് കേൾക്ക്. എന്താ അവിടെ ഒരു ബഹളം? മോളെ, കുഞ്ഞുമോൻ പറയുന്നത് കേൾക്ക് ഇപ്പം. അത് ഞാൻ കുഞ്ചൂസ്. പറഞ്ഞില്ലേ മോളാ, പക്ഷെ ഇടയ്ക്ക് വിളങ്ങ് മറന്നുപോകും ഇതൊരു പത്രം ഓഫീസാന്ന്. അങ്ങനെ ഇപ്പൊ ആരും വെറുതെ കുട്ടിയുടെ പുറത്ത് കുറ്റം ചാരണ്ട. ഇവൾക്ക് ഇത് പത്രം ഓഫീസും അല്ല വീടുമല്ല. ഇതിങ്ങനെ മുട്ടയെ നീന്തുന്ന പ്രായത്തിലേ പത്രം ഓഫീസിൽ കൊണ്ട് ഇറക്കി വിട്ടിട്ട് പ്രസ്ഥാനം എന്ന് പറഞ്ഞ് ഒറ്റ പോക്ക് പോയതാ ശേഖരൻ. പിന്നെ ഇതിനെ ഇങ്ങനെ കൊഞ്ചിച്ചതും ഭക്ഷണാക്കിയതും ഞങ്ങളാ ചില്ലറ തന്നെയാ, അല്ലാണ്ട് കുട്ടിയുടെ ദോഷമല്ല. അല്ലേ മോളെ? ശരിടാ, നേരം കൊണ്ട് വാ. പറഞ്ഞത് ഓർമ്മ വേണം. ഇനി അങ്ങോട്ട് സൂക്ഷിച്ചു വേണം തന്റെ ഓരോ നീക്കങ്ങളും. ചെല്ല്. ഏയ് വാ. പാവാടയുടെ മണം. എന്തിന്റെ? പാവാട റമ്മിന്റെ മണന്ന്. എന്നിട്ട് എവിടെയായിരുന്നു ഇന്നിന്റെ ചുറ്റിസഞ്ചാരം പകല് മുഴുവൻ? പ്രസ് ക്ലബ്, ലൈബ്രറി, റുട്ടീൻ. ദാ പിന്നെ ഈ സാരിയുടെ തലപ്പൊക്കെ ഇങ്ങനെ വാരി പോച്ച് നടക്കുന്ന ഒരു വിശുദ്ധ വനിതയല്ലേച്ചാ, ഒരു മാലാഖ. മാലാഖേ? മാലാഖ. എന്താ നേരെ? ഒന്നുമില്ല. എന്നിട്ട് അവരുമായിട്ട് അഭിമുഖം ശരിക്കും എക്സ്പോസിംഗ് വൺ. തുടക്കത്തിന് ഷീ വാസ് നൈസ്. പക്ഷെ ഒടുക്കം ഇപ്പൊ സർക്കാർ ചെലവില് ഇരിക്കാൻ ഒരു സിംഹാസനവും പിന്നെ ചുറ്റിയടിക്കാൻ ചുവന്ന ബോർഡ് വെച്ചൊരു സ്റ്റേറ്റ് കാറും കൂടെ കിട്ടിയപ്പോ അഭയ ടീച്ചർ ശരിക്കും ഒരു സൈലന്റ് വാലി ആയി പോയില്ലേ എന്ന് രണ്ടും കൽപ്പിച്ചൊരു ഒറ്റ ചോദ്യം. മോന്ത നോക്കിയാണ്ട് പറ്റിച്ചു തന്നില്ലാന്നേ ഉള്ളൂ. ബട്ട് ഷീ ത്രൂ മീ ഔട്ട് ലിറ്ററലി. പത്രാധിപരൊന്ന് വന്ന് കാണണായിരുന്നു. മൂക്കൊക്കെ ഇങ്ങനെ അങ്ങോട്ട് ചുമന്നിട്ട് നല്ല ശരിക്കും വട്ടിളകി അമ്മയ്ക്ക്. സൂക്ഷിച്ചോണം. Indian Airlines announces the arrival of IC434 from Mumbai. കൊച്ചി കായൽ വിമാനജലം, കൊച്ചി കായൽ വിമാനജലം, കൊച്ചി കായൽ വിമാനജലം. ചേട്ടാ വാങ്ങാൻ ജനങ്ങളുടെ പത്രം. ആഭ്യന്തരമന്ത്രിക്ക് അമിത താല്പര്യം. കൊച്ചി കായൽ വിമാനജലം അപകടപരമോ കൊലപാതകമോ? വാങ്ങാൻ ജനങ്ങളുടെ പത്രം. Passengers bound to Delhi by IC539 for security check. Thank you. Indian Airlines announces the arrival of IC434 from Mumbai. അയാൾ അതിനിടയിൽ എടോ പന്നാലാൽ എയർപോർട്ട് എത്തി. Passengers bound to വായിക്കാം Delhi ജനങ്ങളുടെ by പത്രം. ജാഗ്രത, ജനങ്ങളുടെ പത്രം IC539 വായിക്കാം. to go through കൊച്ചി security കായൽ check. വിമാനജലം, Thank you. കൊച്ചി കായൽ വിമാനജലം അപകടപരമോ കൊലപാതകമോ? ആഭ്യന്തരമന്ത്രിക്ക് അമിത താല്പര്യം. വായിക്കാം ജനങ്ങളുടെ പത്രം. ജാഗ്രത വായിക്കാം. കൊച്ചി കായൽ വിമാനജലം, കൊച്ചി കായൽ വിമാനജലം വായിക്കാം. കൊണ്ടുപോയി ചെക്ക് ചെയ്തു. ആർക്കും വായിക്കാം. ജാഗ്രത, ജനങ്ങളുടെ പത്രം. അണിയറയിലെ രാഷ്ട്രീയ പ്രമുഖനാര്? അപകടമരണമോ കൊലപാതകമോ? അണിയറയിലെ രാഷ്ട്രീയ പ്രമുഖനാര്? കൊച്ചി കായൽ വിമാനജലം. അണിയറയിലെ രാഷ്ട്രീയ പ്രമുഖനാര്? വായിക്കാം ജനങ്ങളുടെ പത്രം. ജാഗ്രത വായിക്കാം. വായിക്കാം. കൊച്ചി കായൽ വിമാനജലം, കൊച്ചി കായൽ വിമാനജലം. വരുന്നു. ജാഗ്രത വരുന്നു. വായിക്കാം. കൊച്ചി കായൽ വിമാനജലം. വാങ്ങണം സാർ. ഏതാടാ പത്രം? ജാഗ്രത സാർ. കൊച്ചി കായൽ വിമാനജലം. അണിയറയിലെ രാഷ്ട്രീയ പ്രമുഖനാര്? അണിയറയിലെ രാഷ്ട്രീയ പ്രമുഖനാര്? അപകടമരണമോ അതോ കൊലപാതകമോ? വായിക്കാം. അപകടമരണമോ അതോ വേണ്ടി സാർ. ഇന്നാടാ കൊണ്ടുപോയി കൊടുക്ക് നിന്റെ ചീഫ് എഡിറ്റർക്ക് ശേഖരന്. എന്നിട്ട് ഞാൻ തന്നയച്ചാണെന്ന് പറ. വിശ്വനാഥൻ. പന്നി നിക്കവിടെ. എന്റെ സൈക്കിൾ. പത്രം, എന്റെ പത്രം. അടിച്ചതിന്റെ എടുത്ത് മാറ്റടാ. Your attention please.
എടുത്ത് മാറ്റാൻ പറഞ്ഞപ്പോ അവന്റെ ഞാൻ ഇതൊന്ന് വാരി എടുത്തോട്ടെ. എടുത്ത് മാറ്റാൻ പറഞ്ഞ പറഞ്ഞോളാം. കഷ്ടമുണ്ട് സാറേ, ഞാൻ എന്നെ തെറ്റ് കേട്ടാ നിങ്ങൾ എന്നെ. പട്ടി വിസ്തരിക്കുന്നോടാ. അവന്റെ അമ്മയുടെ അയ്യോ സാറേ, എടുത്ത് മാറ്റണം. സാറേ എന്റെ പത്രം. സാറേ 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 വേണ്ട സാറേ, അയ്യോ വേണ്ട സാറേ, എന്റെ പത്രം സാറേ. അവന്റെ ചെലക്കുന്നോടാ. നിന്റെ ഉമ്മാക്ക് ഇടവ നടക്കണം മെഴുകാന്. എന്റെ ഉമ്മാനെ പറഞ്ഞോണ്ടല്ലോ. നിന്റെ ഉമ്മാനെ പറഞ്ഞ നീ എന്തേ ചെയ്യണം? ഏതവളാണ് നിന്റെ ഉമ്മ? എഴുന്നേക്കണം, എഴുന്നേക്കണം. Sir, please, stop it. റാസ്കൽ, ആരാടാ നീ? പറയണം. Officer, please. കൈയെടുക്കണം. ആരാടാ ഇവൻ? പറയണം. ആരാടാ ഇവൻ? ആരാടാ ഇവൻ നിന്റെ? മാറി നിൽക്കണം. പറയണം. ഇവൻ നിന്റെ തന്തയോ അതാ നിന്റെ ഉമ്മയുടെ മറ്റേ? Stop. No. എടോ വാഴക്കാലി. Stop it. തോമസ് നിർത്താൻ. പ്ലീസ് പ്ലീസ്. മിസ്റ്റർ നന്ദനല്ലേ? നന്ദഗോപാൽ. മിസ്റ്റർ നന്ദഗോപാൽ, കേരള രശ്മി അല്ലേ? എന്ത് തെമ്മാടിത്തരമാണോ നീ കാണിച്ചത്? സാർ ഞാൻ ഈ റാസ്കൽ ഇവിടെ കിടന്ന് 12 മണിക്ക് ഒടുക്കത്തെ മിനിസ്റ്ററുടെ ഫ്ലൈറ്റ്. അതിനിപ്പോഴും തൂത്തൊളിപ്പിക്കാൻ എന്നോട് ആരാ പറഞ്ഞത്? സാർ ഞാൻ റിപ്പോർട്ട് മൈ ഓഫീസ്. സാർ ബാക്കിയുള്ളവൻ ഒരുത്തനായിട്ട് അവന്റെ അല്ല ഓർമ്മ കാണും, കഴിഞ്ഞ ആഴ്ച ഡൽഹിയിൽ നിന്ന് ഇങ്ങോട്ടുള്ള ഫ്ലൈറ്റിൽ നമ്മൾ ഒരുമിച്ച് അടുത്തടുത്ത സീറ്റിൽ. ഓ അല്ല ഇതിപ്പോ ഇവിടെ എങ്ങനെ? ഓ വന്നിറങ്ങുന്ന വഴി ചെന്നൈ ഫ്ലൈറ്റിൽ. ഞാനങ്ങനെ അറിഞ്ഞതായിരിക്കല്ലേ. അങ്ങനെ ഇരിക്കുമ്പോ ചുമ്മാ ഞാൻ ഇന്നലെ ഓഫീസിലേക്ക് ഒന്ന് വിളിച്ചു. പരിചയം മറക്കാൻ പാടില്ലല്ലോ. അപ്പൊ മിസ്റ്റർ കുരുവിത്തടം ബേബിച്ചനാ പറഞ്ഞേ ഗോൺ ടു ചെന്നൈ വിൽ റിട്ടേൺ ടുഡേ എന്ന്. ബൈ ചാൻസ് ഇപ്പൊ തമ്മി കാണാൻ ചെയ്തു. വാ വന്നാട്ടെ. ഒന്ന് വായിച്ചോളൂ. കേട്ടോ മിസ്റ്റർ നന്ദഗോപാൽ, പണ്ട് മഹാരാഷ്ട്ര ടെക്സ്റ്റൈൽ മിൽ വർക്കേഴ്സിന്റെ വേതന സമരം കത്തി നിൽക്കുന്ന കാലം, അതായത് 1974. അന്ന് ഞാൻ ബോംബെയിലുണ്ട് ഒരു മർഡർ കേസിന്റെ ട്രയൽ. അന്നൊരു ദിവസത്തെ മറാത്ത ടൈംസിന്റെ ഫ്രണ്ട് പേജിൽ നല്ലൊരു ഒന്നാന്തരം മുഖപ്രസംഗം. മിസ്റ്റർ നന്ദന്റെ അച്ഛന്റെ വക ഗസ്റ്റ് എഡിറ്റോറിയൽ ഓൺ ദി പ്ലൈറ്റ് ഓഫ് ദി വർക്കിംഗ് ക്ലാസ്. ഹോ എന്താ അതിന്റെ ഒരു ഭാഷ, എന്താ ഭാഷയുടെ ഒരു ശക്തി. ദാണ്ട കണ്ടില്ലേ? ദേ ചുമ്മാ വെറുതെ ഒന്ന് ഓർക്കുമ്പോഴേ എനിക്കെന്റെ രോമം എഴുന്നേറ്റ് നിൽക്കും. എന്താ മിസ്റ്റർ നന്ദൻ? ഏയ് ഒന്നുമില്ല. പറയണം. ലെറ്റ്സ് ഷെയർ ദി ജോക്ക്. വെൽ, ഇഫ് യു ഡോണ്ട് മൈൻഡ് മിസ്റ്റർ സഭാപതി, എനിക്കൊരു ഒറ്റ അച്ഛനെ ഉണ്ടായിരുന്നുള്ളൂ. അല്ല അത് മറാഠ ടെക്സ്റ്റൈൽ ടൈക്കൂൺസിന്റെയും അശ്വിൻ നായിക്കിന്റെയും ഗുണ്ടകൾ ചേർന്ന് അച്ഛനെ വെടിവെച്ച് വീഴ്ത്തുമ്പോ ഐ വാസ് ജസ്റ്റ് എ സ്മോൾ ബോയ് ഓഫ് 8 years. ബട്ട് ദാറ്റ് വാസ് ഇൻ 1971. സോ 71 കൊല ചെയ്യപ്പെട്ടയാള് 74 എഴുതിയ ഗസ്റ്റ് എഡിറ്റോറിയൽ വായിച്ച് രോമം എഴുന്നേറ്റ് നിൽക്കുന്നു എന്നൊക്കെ പറയുമ്പോ it sounds like back scratching. Yes. ഹലോ അവരാ പറയും. എന്തൊരു ഓർമ്മപ്പശകന്റെ തമ്പുരാനെ, കഷ്ടം. So this suggests a truce. രമ്യത അല്ലേ? അത് പിന്നെ ആർക്കും ഒരു പരാതിയുമില്ല എന്നൊരു ഒത്തീർപ്പല്ലാതെ. യെസ് കമിൻ. ഐ മീൻ മിസ്റ്റർ നന്ദൻ ഇഷ്യൂവിൽ വെറുതെ അൺനെസസറി ആയി ചാടിക്കയറി ഇടപെട്ടു പോയി സ്ഥിതിക്ക്
നമുക്ക് വേണ്ട ഇവരെ മാത്രമായിട്ട് അങ്ങനെ അടച്ചു തെറ്റ് പറയാൻ പറ്റില്ലല്ലോ. വൈ? അല്ല, അതായത് താങ്കൾ ഡ്യൂട്ടിയിലുള്ള ഒരു പോലീസ് ഓഫീസറെ അങ്ങോട്ട് കയറി തല്ലി എന്നുള്ളതും കൂടെ കണക്കാക്കുമ്പോ യെസ്. അതിനുമുണ്ടല്ലോ വളരെ ഗൗരവമായ ചില നിയമവശങ്ങൾ. ഇതിപ്പോ വേണമെങ്കിൽ എനിക്ക് മിസ്റ്റർ നന്ദനെയും തേണ്ടി ചെറുക്കനെയും കൂടി അറസ്റ്റ് ചെയ്ത് ലോക്കപ്പിലിട്ടോട് ഇടിച്ച്. നിർത്തോ. മിസ്റ്റർ നന്ദൻ, Now stop it. Just stop blabbering like a two-bit squeezer. അയ്യോ അല്ല, ഞാൻ വെറുതെ നന്ദൻ കോടതി കയറി ഇറങ്ങിയിട്ട് നാണക്കേട് വേണ്ടെന്ന് കരുതിട്ടാ. Come on, Mr. സഭാപതി. ദാ, ഇത്തിരി ഇല്ലാത്ത ഈ നരന്തിനെ നട റോഡിലിട്ട് തല്ലിച്ചതച്ച നിങ്ങളുടെ ഈ തെമ്മാടി ഓഫീസറുടെ മോന്ത അടച്ച് ഇനി ഒരു 4 എണ്ണം കൂടെ പൊട്ടിക്കേണ്ടി വന്നാലും ശരി, I won't be ashamed and I will only be too proud of what I do. വാടാ. പ്ലീസ് മിസ്റ്റർ നന്ദൻ, ഡോണ്ട് ഗെറ്റ് അജിറ്റേറ്റഡ്. Get lost, you. എടാ കുഞ്ഞു മക്കളെ, ദേ നിന്റെ കൂടി ഭാവി നന്മ കരുതിട്ടാ സാറ്. ഒന്ന് പറഞ്ഞടാ പ്ലീസ് മിസ്റ്റർ നന്ദൻ. ദേ പൊന്നും കൂടം പോലത്തെ എന്റെ ഒറ്റ മോളാണ് സത്യം. ഇതിപ്പോ നിങ്ങളെ പോലെ ഒരാൾ ഇടപെട്ട സ്ഥിതിക്ക് പത്രക്കാർ ഓരോന്ന് എഴുതി പിടിപ്പിച്ച് ഡിപ്പാർട്ട്മെന്റ് ഉണ്ടാവുന്ന പേര് ദോഷം. പിന്നെ മേലാവി എന്നുള്ള ഓരോരോ ചോദ്യങ്ങൾ ഒക്കെ കൂടി ഞാൻ സൂപ്പിലായി പോകും. എന്റെ പൊന്നു സാറ് പ്ലീസ് ഇതൊന്നും പോയിച്ചിട്ട് പോ. മിസ്റ്റർ സഭാപതി, എന്തോ? ഈ കഴുത കുങ്കുമം ചോക്കുന്ന പോലെ നിങ്ങൾ തോളെ ചോന്നു നടക്കുന്ന ഈ 3 അക്ഷരം ഉണ്ടല്ലോ, IPS, ഇതിന്റെ മുഴുപ്പ് കണ്ട് ഭയന്നിട്ടല്ല, നിങ്ങളുടെ ഈ വഴിവഴുത്ത ഡിപ്ലോമസി കണ്ട് കാല് വഴുതിയിട്ടുമല്ല. ബട്ട് ഫോർ ദിസ് ഹാപ്ലെസ് ഇൻഒഫെൻസീവ് ബോയ്, ഇവനെ പിന്നതിന്റെ പേരിൽ കോടതി കയറ്റാനും ടോമന്റ് ചെയ്യാനും ഒന്നും നിങ്ങളുടെ ഈ മുട്ടാളന്മാർക്ക് മേലിൽ ഒരു അവസരം ഉണ്ടാകുമെന്ന് കരുതിയിട്ട് മാത്രം. ജസ്റ്റ് ഫോർ ദാറ്റ് വൺ സിംഗിൾ റീസൺ ഐ ആം ആക്സെപ്റ്റിംഗ് ദിസ്. ഓക്കെ, ടേക്ക് ഇറ്റ്. വാടാ. താങ്ക് യു സാർ. അയ്യോ സാറേ, അപ്പൊ എന്റെ സൈക്കിള്. ആ, അത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. പോലീസുകാർ തന്നെ നന്നാക്കിച്ച് നിന്റെ പത്ര ഓഫീസിൽ എത്തിച്ചു തരും. വാ. ഇവനു, അയ്യോ ചേച്ചി. ഈശ്വര, പോലീസുകാർ വല്ലാണ്ട് ഉപദ്രവിച്ചോടാ നിന്നെ. ഏയ് ഇല്ല ചേച്ചി, ആദ്യം അവന്മാരുടെ ഉമ്മാക്ക് പറഞ്ഞു. അന്നേരം ഞാൻ പിച്ചാത്തി എടുത്ത്. അന്നേരം അവന്മാരെന്നെ പിന്നെയും കൈവെക്കാൻ തുടങ്ങിയപ്പോഴാ ദേ ഈ സാറ്. വാടാ, നിന്നെ ഈ കോലത്തിലാക്കിയത് ഏത് കൊമ്പത്ത് ഓഫീസറായാലും ശരി, അവരോട് നേരിട്ട് എന്ന് ചോദിച്ചിട്ട് ബാക്കി അയ്യോ കാര്യം. ചേച്ചി. വാടാ അങ്ങോട്ടും. അയ്യോ ചേച്ചി വേണ്ട, പ്രശ്നങ്ങളൊക്കെ തീർത്തു. ദേ ഈ സാറ് കടലാസിൽ ഒപ്പിട്ട് കൊടുത്തു. ഓഹോ, എന്ത് കടലാസ്? ഓൺ ഹൂസ് ബിഹാഫ്? ഇല്ല, പ്രത്യേകിച്ച് പരാതിയൊന്നും ഇല്ലാന്ന് എഴുതി കൊടുത്തു. അങ്ങനെ ഇവന് പ്രത്യേകിച്ച് പരാതിയൊന്നും ഇല്ലാന്ന് തീരുമാനിക്കാൻ ഈ സാർ ആരാണാവോ ഇവന്റെ? മനസ്സിലായില്ല. അല്ല, ഞാൻ ഈ കുട്ടിക്ക് വെറുതെ കോടതിയും കേസും ഒക്കെ ആയിട്ട് പ്രശ്നങ്ങളൊന്നും വേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട്. ഓഹോ, എന്താ കോടതി കയറിയാല് ഇവനിങ്ങ തൊണ്ട തൊടാതെ വിഴുങ്ങിക്കളയോ മജിസ്ട്രേറ്റുമാര്? നീ മിണ്ടേരടാ. അതെ, 6 അടി പൊക്കത്തിൽ ഇങ്ങനെ പന പോലെ ആകാശമുട്ട വളർന്നാ പോരാ, മരുന്നിനെങ്കിലും ഇത്തിരി ഒരു തന്റെ വേണം ആണുങ്ങളായാല്. വാടാ, നടക്ക്. ജസ്റ്റ് മിനിറ്റ്. അവിടെ നിൽക്കാൻ പറഞ്ഞപ്പോ എനിക്ക് പറയാനോ. എന്താ ഇപ്പൊ എവിടേക്കാ നിന്റെ ഈ പടപ്പുറപ്പാട്? None of your business. ഓക്കെ, സമ്മതിച്ചു. പക്ഷേ ഇതാ, ഇവനെ കരുതി അകത്തൊരു കടലാസ് ഒപ്പിട്ട് കൊടുത്തു എന്നുള്ള ഒരൊറ്റ ബാധ്യതയിൽ ഐ ബിലീവ് ഐ ഹാവ് എ റൈറ്റ് ടു നോ. ഓഹോ, അവകാശം അല്ലേ? എക്സാക്ട്ലി. Then you just listen. ദാ, ഇവന്റെ ഈ ദേഹത്ത് കൈയെടുത്ത് വെച്ച ആ അവന്മാരുണ്ടല്ലോ, അവരിലൊരു ഒറ്റൊരുത്തിന് വെറുതെ പോകാൻ പോണില്ല. നോക്കിയോ, പിന്നെ രക്ഷകനായിട്ട് അവതരിച്ച നിങ്ങളും. ഇനി നിങ്ങൾ ആരാണെന്ന് പറഞ്ഞാലും ശരി, ഐ എം ടേക്കിംഗ് ഈച്ച് ആൻഡ് എവറി വൺ ഓഫ് യു ടു കോർട്ട്. ഓ ഗോഡ്. എന്താ, എന്ത് പറ്റി ദൈവത്തിന്? അല്ല, കാണാൻ നല്ല ചന്തം. ഏയ് മിസ്റ്റർ, മൈൻഡ് യുവർ. പക്ഷെ ഇങ്ങനെ സൃഷ്ടിച്ച് ഭൂമിയിലേക്ക് കെട്ടിയിറക്കുമ്പോ ഒരു ലേശം മരുന്നിനെങ്കിലും 1 ഔൺസ് കോമൺ സെൻസ് തന്റെ തലയ്ക്കുള്ളിൽ സ്റ്റഫ് ചെയ്ത് വെക്കാറുന്നില്ലേ എന്ന് പ്രാർത്ഥിച്ചു പോയതാ പരമ്പുരുഷനോട്. സ്റ്റോപ്പ് ദി നോൺസെൻസ് യു. കോമൺ സെൻസ് ഇല്ല നിനക്ക്. കോടതി കയറ്റിയാല് ഏറിയാൽ ഇവനെ തല്ലിച്ചതച്ചവർക്ക് ഒരു താക്കീത്, അതല്ലെങ്കിൽ പിന്നെ പത്രങ്ങളിലെ ഉഷ്ണമാവിനി തണുക്കുവോളം കേസ്, അതിന്റെ ട്രൈയിങ് ടയറിംഗ് ഡെലിബറേഷൻസ്, ഒടുവിൽ സർക്കിളിനെ കുത്താൻ കത്തിയെടുത്ത ജുവനൈൽ ക്രിമിനലിനെ ബീറ്റ് ഇൻ സെൽഫ് ഡിഫൻസ് ഓർ നോട്ട്, ദുർഗുണ പരിഹാര പാഠശാലയിൽ അയച്ച് ശുദ്ധീകരിച്ചെടുക്കാൻ വിധിന്യായത്തിൽ ഉദാരമായ വ്യവസ്ഥ. എന്താ, അങ്ങനെ ഒരു നരകത്തിലേക്ക് വലിച്ചെറിഞ്ഞു കൊടുത്തേ മതിയാവൂ എന്ന് നിർബന്ധമുണ്ടോ ഈ പാവത്തിന്? എന്താ നാവ് മരച്ചുപോയത് എനിക്ക്? ആ, തന്റെ പേരെന്താന്നാ പറഞ്ഞത്? പറഞ്ഞില്ല. ഓഹോ, എന്നാലൊന്ന് തിരുവായി മൊഴിയണം. പറയടാ, എന്തായി ചേച്ചിയുടെ പേര്? ദേവു ചേച്ചി. ഓ, അപ്പൊ അതാണ് വിത്ത്. ദേവു പണ്ട് വയനാടൻ ചുരങ്ങളിൽ ആയുധമെടുത്ത് ഷേഗുവേര സ്റ്റൈലിൽ ഗറില്ല വാർഫെയറിന് ഇറങ്ങിപ്പുറപ്പെട്ട ശേഖരന്റെ മകൾ. ജാഗ്രതയുടെ ജീവാത്മാവും പരമാത്മാവുമായ ചീഫ് എഡിറ്റർ ശേഖരേട്ടന്റെ ഒറ്റപുത്രി ദേവിക ശേഖർ അല്ലേ? അച്ഛനെ പരിചയമില്ല, പക്ഷെ കേട്ടറിയും ഒരുപാട്. ജാഗ്രതയുടെ കഴിഞ്ഞ വീക്കെൻഡില് വിയ്യൂരിലെ സ്ത്രീ തടവുകാരെ കുറിച്ച് താൻ എഴുതിയ സ്റ്റോറി കാണിച്ചിട്ട് കേരള രശ്മിയിലെ വാര്യരാ പറഞ്ഞത് ഈ ദേവിക ശേഖർ ശേഖരേട്ടന്റെ മകളാണ്.
അല്ല എനിക്ക് മനസ്സ് ഹേയ് അങ്ങനെ പറഞ്ഞാ മനസ്സിലായിക്കൊള്ളണമെന്നില്ല. ഓട്ടടാ. ആ പിന്നെ തന്റെ ലേഖനം. ഇറ്റ് വാസ് ബ്രില്യന്റ്, ഹാഡ് എ വെരി റെയർ ബ്രീഡ് ഓഫ് ലാംഗ്വേജ് ആൻഡ് സം വെരി റിബല്യസ് ഇൻസൈറ്റ്സ്. പക്ഷെ ഒരൊറ്റ കുഴപ്പമുണ്ട്. ആണുങ്ങളെ കുറിച്ച് അവിടെ ചില സ്നൈഡ് റിമാർക്സ്. മുമ്പേ പറഞ്ഞില്ലേ, 6 അടി പൊക്കവും ആണത്വവും തമ്മിലൊരു കോറിലേഷൻ. അതുപോലെ ചില ക്ലീഷ ഒബ്സർവേഷൻസ്. അത് പക്ഷെ നിന്റെ ഈ പ്രായത്തിന്റെ മാറും. ആണിനെ അടുത്ത് പരിചയപ്പെടുമ്പോ അറിയാതെ മാറിക്കോളും. നമുക്ക് മാറ്റിയെടുക്കാം. വീൽ മീറ്റ്. ഓക്കേ. പിന്നെ വി വിൽ മീറ്റ്. ആരടാ ഇയാള് നിന്റെ ഈ രക്ഷകൻ? ആ ചോദിച്ചപ്പോ പണ്ട് എന്നെ പോലെ പത്രം വിറ്റ് നടന്ന ഒരാളാന്ന് പറഞ്ഞു. അയ്യടാ, പത്രം വിറ്റ് നടന്ന ആളെ ചുമ്മാ നമ്പര്. പക്ഷേ ചേച്ചിക്ക് ഇഷ്ടമായല്ലേ? അല്ല, ആളോട് ചെറിയൊരു ഇത് ബുദ്ധൂസേ നടക്കങ്ങോട്ട്.